ബറോസിന്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ബഹുഭൂരിപക്ഷവും ആദ്യം പോസ്റ്റ് ചെയ്തത് സ്ക്രീനിൽ കണ്ടു ശീലിച്ചിട്ടില്ലാത്ത ഒരു ഷോട്ടിലായിരിക്കും. സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്ന ആസ്പെക്ട് റേഷ്യോയുടെ പുറത്തു നിന്നും ഒരു കൈ വരുന്നു. ആ കൈകൾ സ്ക്രീനിലുള്ള പുസ്തകത്തിൽ തൊടുന്നു. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു വിഷ്വൽ ഡിസൈൻ. ട്രെയിലറിന്റെ 70% ഇങ്ങനെ ഒരു അപ്രോച്ച്. എന്താണ് ഈ ടെക്നിക്? എന്താണ് ഈ സ്റ്റൈൽ? ഒരു ഫ്രെയിമിന്റെ ട്രഡീഷണൽ ബൗണ്ടറികൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു സീനിന്റെ ഡെപ്തും വിഷ്വൽ ഇമ്പാക്റ്റും കൂട്ടുന്ന ഈ ടെക്നിക്കിനെ ഫ്രെയിം ബ്രേക്ക് ഇൻ 3D എന്ന് വിളിക്കാം. ഒരു സിനിമ കാണുമ്പോൾ അതിലെ വിഷ്വൽസിനെ കുറച്ചുകൂടെ സ്പെസിഫിക് ആക്കിയാൽ ഓരോ ഷോട്ടിനും ബൗണ്ടറി ഉണ്ട്. അതാണ് നമ്മൾ കാണുന്ന സ്കോപ്പ് റേഷ്യോ. ആ റേഷ്യോയുടെ അകത്താണ് സിനിമ എന്ന വിഷ്വൽ വണ്ടർ സംഭവിക്കുന്നത്. എന്നാൽ ചില ഷോട്ടുകളിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറോ ഒബ്ജക്റ്റോ ഈ റേഷ്യോയുടെ പുറത്തേക്ക് വന്നാലോ, അങ്ങനെ വരുന്ന സമയത്ത് ആ ഷോട്ടിന്റെ ഡെപ്ത് കൂടുന്നു, നമ്മൾ അതിൽ ലോക്കാകുന്നു. പ്രത്യേകിച്ച് 3D സിനിമ കൂടിയാകുമ്പോൾ വലിയ സ്ക്രീനിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ ഇതിലും ബെറ്റർ ടെക്നിക് ഉണ്ടോ എന്നത് സംശയമാണ്. എങ്ങനെയാണ് ഫ്രെയിം ബ്രേക്ക് വർക്കാകുന്നതെന്ന് നോക്കാം. ബ്രേക്കിംഗ് ദ ഫ്രെയിം. 3D സിനിമയിൽ സ്ക്രീനിന്റെ എഡ്ജിലൂടെ വിഷ്വലി എക്സ്റ്റെൻഡ് ചെയ്യുന്ന വസ്തുക്കളോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളോ പോലുള്ള ചില വിഷ്വൽ എലമെന്റ്സ് ഫിലിം മേക്കേഴ്സ് ഉപയോഗിച്ചേക്കാം. ഉദാഹരണത്തിന്, ഒരു ക്യാരക്ടർ സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പോലെ കാഴ്ചക്കാരന്റെ അടുത്തേക്ക് എത്താം. അല്ലെങ്കിൽ ഫ്രെയിമിന്റെ ബൗണ്ടറികൾ തകർത്തുകൊണ്ട് വേഗത്തിൽ ചലിക്കുന്ന ഒരു വസ്തു കാഴ്ചക്കാരന് മുകളിലൂടെയോ ചുറ്റിപ്പറ്റിയോ പറക്കുന്നതായി തോന്നാം. ക്രിയേറ്റിംഗ് ദ ഡെപ്ത്. 3 ഡയമെൻഷനിൽ വിഷ്വൽ കാണാനുള്ള നമ്മൾ ഓരോരുത്തരുടെയും എബിലിറ്റിയെ വളരെ സിമ്പിളായി ഡെപ്ത് പെർസെപ്ഷൻ എന്ന് പറയാം. സ്ക്രീനിന്റെ എഡ്ജുകൾക്ക് അപ്പുറത്തേക്ക് വിഷ്വൽ എലമെന്റ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിലൂടെ ഫ്രെയിം ബ്രേക്ക് ടെക്നിക് 3D ഫീൽ ചെയ്യിപ്പിക്കും. കാഴ്ചക്കാരനെ സിനിമയുടെ ലോകത്തേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. എൻഗേജിങ് ദി ഓഡിയൻസ്. ഫ്രെയിം ബ്രേക്കിങ്ങിനെ എക്സൈറ്റ്മെന്റും സർപ്രൈസും നിറഞ്ഞ മൊമെന്റ്സ് സൃഷ്ടിക്കാൻ കഴിയും. ഇത് സിനിമയെ കൂടുതൽ ഡൈനാമിക്കും ദൃശ്യപരമായി എൻഗേജിങ്ങും ആക്കും. ഉദാഹരണത്തിന്, ഒരു കഥാപാത്രത്തിന്റെ കൈ ഫ്രെയിമിന് പുറത്തേക്ക് നീണ്ടു നിന്നേക്കാം. അല്ലെങ്കിൽ ആക്ഷൻ രംഗങ്ങളിൽ കാഴ്ചക്കാരന്റെ നേരെ പറക്കുന്ന വസ്തുക്കൾ ഉണ്ടായിരിക്കാം. ഇത് ആ മൊമെന്റിന്റെ ഇന്റൻസിറ്റി കൂട്ടുകയും പ്രേക്ഷകരെ സിനിമയിൽ ലോക്കാക്കുകയും ചെയ്യും. മലയാളത്തിൽ ഇത് ആദ്യമാണെങ്കിലും വേൾഡ് സിനിമയിൽ നമ്മൾ ഇതിനു മുമ്പും ഈ അപ്രോച്ച് കണ്ടിട്ടുണ്ട്. അവതാർ ദി വേ ഓഫ് വാട്ടർ, ഗോസ്റ്റ് ബസ്റ്റേഴ്സ്, ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ തുടങ്ങിയ സിനിമകൾ ആ ലിസ്റ്റിൽ പ്രധാനപ്പെട്ടവയാണ്. ഐമാക്സിന്റെ എക്സ്ക്ലൂസീവ് ഫീച്ചർ ആയിട്ടാണ് ഫ്രെയിം ബ്രേക്ക് ഇൻ 3D കണ്ടിട്ടുള്ളത്. ഇനി ബറോസിന് ഒരു ഐമാക്സ് റിലീസ് ഉണ്ടാകുമോ? കംപ്ലീറ്റ്ലി ഷോട്ട് ഇൻ 3D ആയതുകൊണ്ട് തന്നെ സാധ്യതകൾക്ക് കുറവൊന്നുമില്ല. ഫാന്റസി എന്ന ജോണറിന്റെ പ്രത്യേകത അതിന് ലിമിറ്റേഷൻ ഇല്ല എന്നത് തന്നെയാണ്. അവിടെ എന്തും സംഭവിക്കാം, എന്തും സൃഷ്ടിക്കാം. ബറോസിന്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ കുട്ടികളാണ് ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് വിസിബിൾ ആണ്. ഒരു പക്ഷേ മൈ ഡിയർ കുട്ടിച്ചാത്തൻ വൈബ്സ് റീക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ബറോസ് സൃഷ്ടിക്കാൻ പോകുന്ന ചലനങ്ങൾ വളരെ വലുതായിരിക്കും. ജിജോ പൊന്നൂസും ആദ്യഘട്ടത്തിൽ സിനിമയുടെ ഭാഗമായിരുന്നല്ലോ. ഡിസംബർ 25-നാണ് ബറോസിന്റെ റിലീസ് ഡേറ്റ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളും മണിച്ചിത്രത്താഴ് റിലീസായ മോഹൻലാലിന്റെ മാജിക്കൽ ഡേറ്റ് ഈ വർഷം വിസ്മയം തീർക്കുമോ എന്ന് നോക്കാം. ബറോസ് പുതിയ ബെഞ്ച് മാർക്കുകൾ സൃഷ്ടിക്കട്ടെ, കുട്ടികളും മുതിർന്നവരും ഒരുപോലെ സ്വീകരിക്കട്ടെ.